റോഡിലിട്ട് പടക്കം പൊട്ടിക്കുന്നത് വണ്ടിയുടെ കീഴല്ല. ചേട്ടന്റെ പുറകെ ആ ചേട്ടൻ അറിയുന്ന പോലും ഇല്ല. എന്റെ ദൈവേ, എന്തൊക്കെ സെറ്റപ്പുകളായേ. മുന്തിരിത്തോട്ടത്തിൽ വന്നതാണ് കമ്പം. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ധനുഷ്കോടിയുടെ അറ്റം വരെ പോയി കണ്ട് ശ്രീലങ്കേനെ ദൂരെയെന്ന് നോക്കി കണ്ടിട്ട് തിരിച്ച് വേളാങ്കണ്ണിയിലോട്ട് പോവാട്ടോ. അപ്പൊ പിന്നെ അവിടെ വെയിലത്ത് കുറേ നടന്നിട്ടായിരിക്കും ഭയങ്കര ക്ഷീണം. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയിലെ ടൗണിലെത്തിയിട്ട് കരിക്കും വെള്ളം കുടിക്കാനായിട്ട് നിർത്തി. അവിടെ വേറെ കടകളൊന്നും ആ ടൈമിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ലേ. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സമയം. അവിടെ ചെറിയ ചെറിയ കുറെ കടകളുണ്ട് കേട്ടോ. ലൈവായിട്ട് ഫിഷ് ഫ്രൈ ഒക്കെ കിട്ടുന്നത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് നേരത്തെ ആയതുകൊണ്ടായിരിക്കാം ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കരിക്ക് കുടിച്ചിട്ട് പിന്നെ നേരെ വേളാങ്കണ്ണിക്ക്. രാമേശ്വരത്തു നിന്ന് വേളാങ്കണ്ണി പൊക്കോണ്ടിരിക്കുകയാണ്. രാമേശ്വരത്തു നിന്ന് ഏകദേശം ഒരു 286 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് 73 കിലോമീറ്ററും കൂടെ ഉണ്ട്. വരുന്ന വഴിക്ക് ചിലയിടത്തൊക്കെ മഴയുണ്ട് കേട്ടോ. നേരിട്ട് മഴവില്ല് കണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇത്രയും ഇതായിട്ട് മഴവില്ല് കാണുന്നത്. അത് കാണാല്ലേ, കാണാം. വേണ്ടോ ഇത്രയും പോകുന്ന ആട് എങ്ങോട്ടാന്നറിയോ? ഈ ചേട്ടന്റെ പുറകെ. ആ ചേട്ടൻ അറിയുന്ന പോലും ഇല്ല. ഇനി പുള്ളിയുടെ ആടായിരിക്കും, വീട്ടിൽ കൊണ്ടുപോകാനുള്ള വഴിയായിരിക്കും കേട്ടോ. കാഴ്ചോട്ട് എല്ലാം പുറകെ പോക്കോളും. വൈകുന്നേരം ഒരു 5 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ധനുഷ്കോടിയിൽ നിന്ന് നമ്മൾ ഉച്ചയായപ്പോൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ചിലയിടത്തൊക്കെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് വേളാങ്കണ്ണി പള്ളിയുടെ അടുത്തുള്ള ക്യൂൻസ് എന്ന് പറയുന്നത് ഹോട്ടലിലായിരുന്നേ. അവശരായി എല്ലാവരും വരുന്നുണ്ട്. അവശതയില്ലാത്ത ഹേസുകുട്ടൻ, ഫുൾ ടൈം ഉറങ്ങി വന്ന ഹേസുകുട്ടൻ മൊത്തം ഉഷാറായി പോകുന്നു. ഗൈസ്, ഞങ്ങളൊരു 5 മണി ആയപ്പോഴത്തേക്ക് വേളാങ്കണ്ണി എത്തി. അപ്പോൾ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ 6 മണിക്ക് പള്ളിയിൽ കുർബാന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് പള്ളിയിലോട്ട് പോവുകയാണ്. കുർബാന കഴിഞ്ഞു ഇറങ്ങി നമ്മൾ ദാണ്ട് എണ്ണയും തിരിയും ഒക്കെ വാങ്ങിക്കാൻ പോയതാ. അത് കഴിഞ്ഞു. പണ്ട് വന്നതിനെക്കാട്ടിലൊക്കെ ഒത്തിരി വ്യത്യാസമായി പള്ളിയൊക്കെ. ഇനിയിപ്പോൾ പുതിയ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി. വേളാങ്കണ്ണി പള്ളിയിൽ ഒരു പ്രധാന നേർച്ചയാണ് മുട്ടയിലഴയുന്നത്. പണ്ടൊക്കെ ഞാൻ വന്നപ്പം മുട്ടയിലഴഞ്ഞ് നേർച്ച ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം കൊന്ത ചൊല്ലി നടന്ന കേട്ടോ പള്ളിയിലോട്ട് പോയത്. പള്ളിയിൽ നിന്ന് വന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ ക്ഷീണം കാരണം കിടന്നുറങ്ങി കേട്ടോ. രാവിലെ പിന്നെ 5 മണി ആയപ്പോഴത്തേക്ക് വീണ്ടും എഴുന്നേറ്റ് തിരിച്ച് നമ്മൾ അടൂരോട്ട് പോകുമായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് നിർത്തിയേ. തമിഴ്നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ. ഞങ്ങളെല്ലാവരും പൂരിയും അമ്മയാണെങ്കിൽ ഒണിയൻ ദോശയായിരുന്നു. തമിഴ്നാട്ടിലോട്ട് റോഡ് ട്രിപ്പ് പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം അവിടുത്തെ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ ഉള്ള ഈ ഒരു പ്രകൃതി ഭംഗിയാട്ടോ. ആരുടെയും കല്യാണത്തിന് കൊണ്ടുപോകണം. റോഡിലിട്ട് പടക്കം പൊട്ടിക്കുന്നത് വണ്ടിയുടെ കീഴല്ല. അവന്മാരത് ശ്രദ്ധിക്കുന്ന പോലും. ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ വന്നതാണ് കമ്പം. പണ്ട് ഒരു 5, 8, 10 വർഷമായി കാണൂല്ലേ. അതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ ഒന്നും ഭയങ്കരമായിട്ട് ഒത്തിരി കടകളും ഭയങ്കര തിരക്കും. പണ്ട് ഞാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ചെറിയൊരു മുന്തിരിത്തോട്ടം വലുതാണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന കട ചെറുതായിരുന്നേ. ഈ സൈഡിൽ ജെനീസും അപ്പുറത്ത് വേറൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഇത് രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ തവണ ഞാൻ വന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ് ഈ സ്ഥലം കണ്ടിട്ട് തന്നെ മനസ്സിലാകാൻ പറ്റാത്ത പോലെ മാറിക്കഴിഞ്ഞു കേട്ടോ. ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നു ഇവിടെ. എനിക്ക് വയ്യ എൻ്റെ ദൈവേ, എന്തൊക്കെ സെറ്റപ്പുകളായേ. ഇവിടെ ഉണ്ട് വേണ്ടേ ദാണ്ട് ഫുൾ മുന്തിരി. തൊടല്ലേ സ്കൂട്ടാ.
പണ്ട് നമുക്ക് ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫ്രഷ് ജ്യൂസ് അടിച്ച് ഇങ്ങനെ അകത്ത്. പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്ക് വെച്ച് ഇങ്ങനെ ജ്യൂസ് അടിച്ച് തരും ഫ്രഷായിട്ട്. അത് നമുക്ക് കുടിക്കാം. ഇഷ്ടപ്പെട്ടില്ലെന്ന് അപ്പയ്ക്കും അത് തന്നെയാണ്, അപ്പയുടെ അത് തന്നെ മതിയോ? ഇവിടെ മൊത്തമായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഒരു ഒറ്റ ഏരിയ കേട്ടോ ഇത്. മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങി മുന്തിരി വാങ്ങിക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കാതെ കുറച്ച് ഫ്രണ്ടിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഒരമ്മയും മോളും കൂടെ ഇങ്ങനെ വഴിയിൽ മുന്തിരി വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു പെട്ടി മുന്തിരിങ്ങ വാങ്ങിച്ചു വൈനിടാനായിട്ട്. നല്ല മുന്തിരിങ്ങ ആയിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ ഊണ് കഴിക്കാനുണ്ടാവുന്ന എല്ലാവരും ഊണ നല്ല. നമ്മളപ്പം ഇവിടെ എത്തിയ കുമളി എത്തി. അപ്പം എല്ലാവർക്കും ചോറ്, കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ ചോറ് ഉച്ചയ്ക്ക് മസ്റ്റ്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു തേണ്ട കുട്ടിക്കാനം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. 3 ദിവസത്തെ ട്രിപ്പായിരുന്നു നമ്മുടെ. അടൂരിൽ നിന്ന് നേരെ ഞങ്ങൾ രാമേശ്വരം പോയി, അവിടുന്ന് ധനുഷ്കോടി, പിന്നെ വേളാങ്കണ്ണി, തിരിച്ചടൂര്. 3 ദിവസം കൊണ്ടാട്ടോ ഈ 3 സ്ഥലങ്ങൾ കവർ ചെയ്തത്. ഈ പോയതിൽ വേളാങ്കണ്ണിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. രാമേശ്വരവും ധനുഷ്കോടിയും പുതിയൊരു സ്ഥലമായിരുന്നു. അതിൽ ധനുഷ്കോടി ആട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ധനുഷ്കോടിയുടെ വ്ലോഗ് നമ്മൾ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നേ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. എരുമേലി എത്തിയപ്പോഴത്തേക്ക് പിന്നെ പേട്ടതുള്ളലൊക്കെ കണ്ട് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തിയേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. നീണ്ട 10 മണിക്കൂർ എത്രയായിരുന്നു? 12 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വൈകിട്ട് 5:15, ഇപ്പം എത്ര മണി? 5:20 ആയപ്പം വീട്ടിലെത്തി ഗൈസ്. ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ശരി, ബൈ.